ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കിയ അയ്യപ്പന്മാർ വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രതിദിനം 70,000 എന്നുള്ളത് 80,000 ആക്കിയേക്കും. നിലവിൽ കാര്യമായി തിരക്ക് അനുഭവപ്പെടാത്ത സാഹചര്യത്തിൽ പോലീസ് നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തിയാകും ദേവസ്വം ബോർഡ് അന്തിമ തീരുമാനത്തിലേക്കെത്തുക. സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശ് ആയിരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ 70,000 വെർച്വൽ ക്യൂ എങ്കിലും എനിക്ക് തോന്നുന്നു കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇതുവരെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല എന്ന്. ദേവസ്വം ബോർഡിന്റെ പുതിയ നിർദ്ദേശത്തിന്മേലുള്ള ദേവസ്വം ബോർഡ് ഇന്ന് ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒപ്പം എങ്ങനെയുണ്ട് ഇന്ന് തിരക്ക്? സേതുലക്ഷ്മി ശരണം. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 70,000 വിർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്. പക്ഷേ 70,000 പേർ ഒരു ദിവസം സന്നിധാനത്ത് കടന്നു വന്നാൽ പോലും കാര്യമായിട്ടുള്ള തിരക്കിലേക്ക് സന്നിധാനമോ പരിസര പ്രദേശമോ എത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ, 1-1.5 ലക്ഷത്തിനിടയ്ക്ക് തീർത്ഥാടകർ വന്നു പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 70,000 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയായിട്ട് നമുക്ക് കണക്കൂട്ടാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ശരാശരി 70,000 തീർത്ഥാടകരോളം വിർച്വൽ ക്യൂ ബുക്കിങ്ങും അല്ലാതെ സ്പോട്ട് ബുക്കിങ്ങും മറ്റ് പുല്ലുമേടി വഴി വന്നതും ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ 70,000-ഓളം തീർത്ഥാടകർ ദിനംപ്രതി ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള തിരക്കിലേക്ക് സന്നിധാനമോ മറ്റ് പ്രദേശങ്ങളോ പ്രത്യേകിച്ച് പമ്പ പോലെയുള്ള സ്ഥലങ്ങളോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നില്ല. ആകെപ്പാടെ തീർത്ഥാടകർക്ക് വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഫ്ലൈ ഓവർ കയറുമ്പോൾ മാത്രമാണ്. അതിന് താഴെ നടപ്പന്തലിലോ 18-ാം പടിക്ക് താഴെയോ അല്ലെങ്കിൽ മല കയറുന്ന പാതകളിലോ ഒന്നും തന്നെ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 70,000 എന്നുള്ളത് ഒരുപക്ഷെ 80,000-ലേക്ക് ഉയർത്താം എന്നുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ദേവസ്വം ബോർഡ് അധികൃതരോട് സംസാരിക്കുമ്പോഴും അവർ അത്തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. ഇന്നല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ ഉടനെ തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം പോലീസ് സേനയാണ് ഈ കാര്യത്തിലൊരു അവസാന നിർദ്ദേശം ദേവസ്വം ബോർഡിന് നൽകേണ്ടത്. കാരണം ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ചുമതല, മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ നോക്കുന്നതിൻ്റെ ചുമതലയൊക്കെ തന്നെ പോലീസിനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പോലീസ് ഈ കാര്യത്തിലൊരു നിർദ്ദേശം എന്നോണം ആളുകളെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ശുപാർശ ഈ ദേവസ്വം ബോർഡിന് മുന്നിൽ വയ്ക്കുക. അതിനുശേഷം ദേവസ്വം ബോർഡ് അധികൃതർ യോഗം ചേർന്നിട്ടായിരിക്കും ആ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 80,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രതിദിനം, അതോടൊപ്പം തന്നെ 10,000-ഓളം ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം എന്ന രീതിയിൽ ഒരു 90,000 തീർത്ഥാടകരെ പ്രതിദിനം ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാനായിരിക്കും ഒരുപക്ഷെ ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇനി 12 വിളക്ക് വരികയാണ്. 12 വിളക്കിന് ശേഷമായിരിക്കും ഒരുപക്ഷെ കൂടുതൽ തീർത്ഥാടകർ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ 12 വിളക്കിന് ശേഷമായിരിക്കും ശബരിമലയിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചേരുന്ന ഒരു പ്രവണത കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതും ഈ വർഷം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 വിളക്കിന് ശേഷം തീർത്ഥാടകരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്, തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ഉണ്ടാവും. എന്തായാലും എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചേരുക. എന്തായാലും ഇന്ന് രാവിലെയും സാമാന്യമായിട്ടുള്ള തിരക്ക് മാത്രമാണ് സന്നിധാനത്തുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ മുന്നിലേക്കുള്ള ക്യൂ ആണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു ക്യൂ എന്ന് പറയാനായിട്ട് നമുക്ക് ഉള്ളത്. 18-ാം പടിക്ക് താഴെ തീരെ തിരക്കില്ലാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും രാവിലെയും ഒക്കെ തന്നെ ദൃശ്യമാവുന്നത്. ഒപ്പം ഇന്ന് ഇപ്പോൾ രാവിലെ 3 മണിക്ക് നട തുറന്നതിന് ശേഷം നെയ്യഭിഷേക ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഉഷപൂജ ചടങ്ങുകളുണ്ട്, കളഭാഭിഷേക ചടങ്ങുകളുണ്ട്. ഒപ്പം വൈകുന്നേരം ദീപാരാധനയും ഹരിവരാസനവുമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകളായിട്ട് ഉള്ളത്. വളരെ ഭക്തിനിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് സന്നിധാനം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം അന്യസംസ്ഥാന തീർത്ഥാടകരും ഒപ്പം സ്വദേശികളായിട്ടുള്ള തീർത്ഥാടകരും ഒക്കെ തന്നെ ധാരാളമായി എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. സേതു. ഓക്കെ ഗോകുൽ, വ്യക്തമാണ്.